ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഫ്രോക്ക് തയ്ക്കണ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മോഡൽ ബാക്കിൽ ലെങ്ത്ത് ആയിട്ട് ഫ്രണ്ട് കയറി നിൽക്കണ ഒരു ഫ്രോക്ക്. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്കാണ്, ഒരു 28 ഇഞ്ച് വണ്ണമുള്ള ഒരു കൊച്ചിന് നമ്മൾ ഫ്രണ്ടിൽ ഏകദേശം ഒരു 34 ഇഞ്ച് ഇറക്കം വരത്തക്ക രീതിയിൽ ഒരു ഫ്രോക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ കരയുള്ള ഇതിൻ്റെ ഫ്രണ്ട് പീസ് ആദ്യം എടുക്കാതെ ഇങ്ങനെ, അപ്പോൾ ഈ കരയുള്ള വര ഇങ്ങനെ വരച്ചിടുക. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം 34 ഇഞ്ച് ഇറക്കെടുക്കുക, ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 34 ഇഞ്ച് ഇറക്കാം. 34 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്, 1 ഇഞ്ച് 35 ഇഞ്ച്, 28 ഇഞ്ച് വണ്ണം, 7ൻ്റെ കൂടെ 2 കൂട്ടി 8 9 ഇഞ്ച്. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്, റൗണ്ട് നെക്ക് എടുക്കാം. ഷോൾഡർ 12, അപ്പം 6.25 എടുത്ത് താഴോട്ടേക്ക് കൈ സ്ലീവ് വേണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. ഇവിടെ കൈക്കുഴി 5 എടുത്തിട്ട് ഷേപ്പ് ചെയ്യുക. കഴുത്തിന് ഒരു റൗണ്ട് നെക്ക് ഒരു 3.5 എടുത്താൽ മതി. 3.5 എടുത്തിട്ട് അയച്ച് റൗണ്ട്. ഈ ഷോൾഡറിൻ്റെ അകലം കൂട്ടണമെങ്കിൽ, ഈ വൈഡായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ കൂട്ടിയെടുക്കാം. ഇത് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തു. ഈ മുകളിലത്തെ കര വേണ്ട, സെൻറ്ററിൽ ഈ കര വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യാം. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 11.5, അവിടെ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഷേപ്പ് ചെയ്തു. എന്നിട്ടിത് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ടേക്ക് ഈ വിരിവ് ഏകദേശം ഒരു 12 ഇഞ്ച് വിരിവ് എടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യും. നെക്ക് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലൈനിങ് തുണി ഇതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നെക്ക് വെട്ടിക്കൊടുക്കും. നെക്ക് നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ലൈനിങ് തുണി ഇനി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. ബാക്ക് പീസ് ഇത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്കിൽ നെക്ക് ഇറക്കം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വിട്ട്. ഈ താഴെ വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ഇഞ്ച് നീളം കൂട്ടിയെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് തമ്മിൽ തയ്ച്ചതിന് ശേഷം ഇതിൽ നമ്മൾ ഈ കര ചെറുതായിട്ട് വീതി കുറച്ച് ലേസ് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കും. ഇതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ഇത് തയ്ക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്ക് ഇങ്ങനെ അടിച്ച് മറയ്ക്കുന്നു. ഇത് ലൈനിങ് തുണി, ഇത് നല്ലത്. ഈ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന് സിബ് വയ്ക്കുക. സിബ് അടിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ സിബ് അടിച്ചു. ഇനി നമ്മൾ കഴുത്ത് അടിക്കുന്നു.
പുറം കാണി അടിച്ചു കൊടുക്കുക. നമ്മളിനി ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുന്നു. ഈ ബാക്കിലേക്ക് നമ്മളിങ്ങനെ മറച്ച് മിഷ്യത്തേൽ അടിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലീവ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിന് നമ്മൾ ഈ കര മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കര ഇങ്ങനെ സ്ലീവ് ഇരിക്കണേ. അപ്പോൾ ഇതിൻ്റെ കര ഒരു 15 ഇഞ്ച് നീളത്തിൽ കണ്ടോ, രണ്ടായിട്ട് മടക്കി. അപ്പോൾ 30 ഇഞ്ച് ഒരു സ്ലീവിന് 15 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കര മാത്രം വയ്ക്കുക. അപ്പം ഇവിടെ നിന്ന് ഒരു ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് കര മാത്രമായിട്ട് വെട്ടിക്കൊടുക്കുക. ഇതെങ്ങനെ വെക്കണമെന്ന് നമ്മൾ ഇതിൻ്റെ തേര് വശം ഈ വെള്ള ഭാഗം ഇത് നമ്മളിങ്ങനെ മടക്കി ഒന്ന് അടിച്ചിടുക. ഇത് നമ്മൾ സ്ലീവ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല പുറം വെച്ചിട്ട് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് ഇടണത്. ഈ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് ചുരുക്കിടണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെറിയ കുട്ടികളായത് കാരണം വെച്ചില്ലേലും കുഴപ്പമില്ല. തിരിച്ച് അടി. ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ഒന്ന് പുറം കാണി കൊടുത്തോളാം. ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ട് ഇത് ഫുള്ള് ഇതുപോലെ അടിച്ചെടുക്കുക. അടിവരെ ഷേപ്പ് ചെയ്ത് രണ്ടും ലൈനിങ് ഒക്കെ ഒരേപോലെ ഇട്ടേക്കണം. അടിവരെ ഉണ്ട് ഷേപ്പ് ചെയ്ത് തയ്ക്കുക. ഓരോ ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂട്ടിയടിക്കുക. ഇനി ഇതിൻ്റെ ഈ ഫ്രോക്കിൻ്റെ അടി മടക്കി തയ്ക്കുക. തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക. ഇങ്ങനെ കണ്ടോ, ബാക്കിൽ ഇങ്ങനെ നമ്മൾ ലെങ്ത്ത് കൂടിയിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അത് അതേ ലെവലിൽ മടക്കി തയ്ക്കുക. തുമ്പൊളിച്ച് ഉണ്ടോ, ലൈനിങ് തുണിയൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടിയാണ് തയ്ക്കണം. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നേരെയായിട്ട് വരും. ഫ്രണ്ട് ഇങ്ങനെ നേരെയായിട്ടും ഇവിടെ ഇങ്ങനെ
ഇനി ഇവിടെ ലേസ് വെച്ച് കൊടുക്കുക. ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ റിബൺ ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ റൗണ്ട് തയ്ക്കാം. ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിക്കാം. ഇനി അടുത്ത സൈഡിൽ നിന്നും കൂടെ അടിച്ചു പോകാം. ഇതുപോലെ റൗണ്ട് അടിക്കണം. ഇവിടെ നമ്മൾ ഇത് അവസാനിപ്പിച്ച് ഇട്ടിട്ട് നിർത്തി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഒരു ഫ്രോക്ക് തയ്ക്കുക. ഓണത്തിന് ഇങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാൻ നല്ല ഇതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.